ഹായ് ഫോക്സ്. സോ ഇന്ന് 22 ഡിസംബറിന്റെ ട്രേഡ് റിവ്യൂ ആണ്. ഇന്ന് നമുക്ക് 3 ട്രേഡ് ഉണ്ടായിരുന്നു. ഇന്നൊരു ക്ലാസിക് സെൽ ഡേ ആയിരുന്നു. നമുക്ക് അതിന്റെ റിട്രേസ്മെന്റ് ആയിട്ടുള്ള ബൈയും ക്യാപ്ചർ ചെയ്യാൻ പറ്റി. സോ നമുക്ക് ഇന്നത്തെ ഡേ നോക്കാം. സോ സൺഡേ നൈറ്റ് നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ആയതൊരു അപ്പർ ഗ്യാപ്പ് വെച്ചിട്ടായിരുന്നു. അപ്പൊ നമുക്ക് ആ ഒരു ഗ്യാപ്പ് ഫോം ആകുമ്പോൾ തന്നെ, വീക്ക് ഓപ്പണിംഗ് ഗ്യാപ്പ് ഫോം ആകുമ്പോൾ തന്നെ നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്രൈസ് ന്യൂയോർക്ക് ഓപ്പണിങ്ങിന് മുമ്പ് ആ ഗ്യാപ്പിൽ ടാപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ന്യൂയോർക്ക് ഓപ്പണിംഗ് കഴിഞ്ഞ ആ ഗ്യാപ്പിൽ ടാപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നോട്ട് ഇറ്റ് ഡൗൺ. സോ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആയി. നമ്മുടെ കഴിഞ്ഞ ആഴ്ചയിലെ റിവ്യൂവിൽ പറഞ്ഞ മൺഡേ ഹൈസ് മാർക്കറ്റ് ലിക്വിഡിറ്റി എടുത്തിരുന്നു ഏഷ്യൻ സെഷനിൽ തന്നെ. എന്നിട്ട് നമ്മൾ കാണുന്ന ടൈം ലണ്ടൻ സെഷനാണ്. ലണ്ടൻ സെഷനിൽ പ്രത്യേകിച്ച് ഒരു കൺവിൻസിങ് ട്രേഡ് ഇല്ലായിരുന്നു. ബട്ട് സ്റ്റിൽ ഈ ഒരു റിവേഴ്സൽ ക്യാപ്ചർ ചെയ്ത് ഏഷ്യൻ ഹൈ വരെ ട്രേഡ് ചെയ്തവർ കാണും. അപ്പൊ നമ്മുടെ ന്യൂയോർക്ക് ഓപ്പണിങ്ങിൽ 8:30 ഓപ്പണിങ്ങിൽ നമുക്ക് നമ്മുടെ ഫ്രൈഡേയിലെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫുൾഫിൽ ചെയ്യുകയായിരുന്നു. 9:30ക്ക് ശേഷം നമ്മുടെ മാർക്കറ്റ് ഭയങ്കര ഒരു ഫോൾ ബാക്ക് ആയിരുന്നു. അത് ഞാൻ ഇവിടെ കാണിച്ചുതരാം. 9:30ക്ക് ശേഷം മാർക്കറ്റ് ഭയങ്കര ഒരു ഫോൾ ആയിരുന്നു. ആ ഫോളിലേക്ക് റിട്രേസ് ചെയ്തു. നമുക്ക് ഫസ്റ്റ് പ്രസന്റഡ് ഫെയർ വാല്യൂ ഗ്യാപ്പിലാണ് നമുക്ക് നമ്മുടെ ട്രേഡ് എടുക്കാൻ പറ്റിയത്. സോ നമുക്ക് ലോവർ ടൈം ഫ്രെയിംസിലേക്ക് പോവാം. അതായത് നേരത്തെ പറഞ്ഞ കണക്ക് ന്യൂ വീക്ക് ഓപ്പണിംഗ് ഗ്യാപ്പ് ആയിരുന്നു നമ്മുടെ എയിം. ഓക്കെ, അതേപോലെ നമുക്ക് ഏഷ്യൻ ലോയും എയിം ആയിട്ട് കൺസിഡർ ചെയ്യാം. അതേപോലെ നമ്മുടെ ഏഷ്യൻ റേഞ്ചിന്റെ 50%. പിന്നെ പക്ഷെ ഇന്നൊരു ക്ലാസിക് അക്യുമുലേഷൻ മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ സെക്ഷൻ ആയതുകൊണ്ട് നമുക്ക് എസ്പെഷ്യലി ലൈക്ക് അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു ക്ലാസിക് അക്യുമുലേഷൻ മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഡേ ആണ്. സോ ഏഷ്യൻ അക്യുമുലേറ്റ് ചെയ്തു, ലണ്ടൻ മാനിപ്പുലേറ്റ് ചെയ്തു, ന്യൂയോർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ന്യൂയോർക്കിൽ തന്നെ റീഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു, റിട്രേസ്മെന്റ് ഉണ്ടായിരുന്നു. സോ ഞാൻ എല്ലാത്തിനെയും ട്രേഡ് കാണിച്ചുതരാം. സോ ഇതാണ് നമ്മുടെ ട്രേഡ്. 9:30 ഓപ്പണിങ്ങിന് ശേഷം മാർക്കറ്റ് ഭയങ്കരമായിട്ട് ഫോൾ ഡൗൺ ആയി. നമുക്ക് 9:30 ഓപ്പണിങ്ങിന്റെ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് പ്രസന്റഡ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണിത്. ആ ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് നമുക്ക് പ്രൈസ് തിരിച്ചു വന്നാലായിരുന്നു ഞാൻ എന്റെ മാർക്കറ്റ് ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്തിരുന്നത്. സോ എന്തുകൊണ്ട് ലൈക്ക് 9:30 ഓപ്പണിങ്ങിന്റെ എല്ലാ ഫെയർ വാല്യൂ ഗ്യാപ്പ് യൂസ് ചെയ്ത് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം പക്ഷെ നമ്മൾ അക്യുമുലേഷൻ മാനിപ്പുലേഷൻ, ഏഷ്യ പക്കായിട്ട് അക്യുമുലേറ്റ് ചെയ്തു, ലണ്ടൻ മാനിപ്പുലേറ്റ് ചെയ്തു, ന്യൂയോർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. സോ ആ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ നോക്കിയപ്പോൾ നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് തിരിച്ച് പ്രൈസ് വരുന്നുണ്ടായിരുന്നു. എന്തിനായിരുന്നു? നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. ലൈക്ക് ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് റിവേഴ്സൽ നടന്നത് 9:31. അതിനു മുമ്പ് റിവേഴ്സൽ നടന്നിട്ടില്ല. സോ നമ്മുടെ റിവേഴ്സൽ ടൈം, ഇന്നത്തെ റിവേഴ്സൽ ടൈം 9:31 ആണ് നമ്മുടെ റിവേഴ്സൽ ടൈം. സോ 9:31 ശേഷം നമുക്ക് റിവേഴ്സൽ നടന്നു. നമുക്ക് ഒരു ബ്രേക്കറോ ഫെയർ വാല്യൂ ഗ്യാപ്പോ അത്ര ക്ലിയർ ആയിട്ട് ഫോം ചെയ്തില്ല. പക്ഷെ ഇതൊരു ബ്രേക്കർ തന്നെയാണ്. ഇത് അഡ്വാൻസ്ഡ് സ്റ്റുഡൻസിന് അറിയാം. ഇതൊരു ബ്രേക്കർ ആണ്, ഓർഡർ ബ്ലോക്ക് ആണ്, മിറ്റിഗേഷൻ ബ്ലോക്ക് ആണ്. സോ പിന്നെ വേറൊരു കൺഫർമേഷൻ എന്താന്ന് വെച്ചാൽ, നമ്മുടെ S&P നമ്മുടെ മൺഡേ ഹൈ എടുത്തിട്ടില്ലായിരുന്നു. അതേസമയം നമ്മുടെ നാസ്ഡാക്ക് മൺഡേ ഹൈ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് തന്നെ ഒരു വലിയൊരു കൺഫർമേഷൻ ആയിരുന്നു. നമുക്കൊരു ലോങ്ങർ ടേം സ്മാർട്ട് മണി ടെക്നിക് അല്ലെ സ്മാർട്ട് മണി ടൂൾ അല്ലെ സ്മാർട്ട് മണി ടൈം എന്ന് പറയുന്ന ഒരു SMT ഫോർമേഷൻ ഉണ്ടായിരുന്നു നമ്മുടെ മാർക്കറ്റ് ഓപ്പണിങ്ങിന് മുമ്പ്. 9:30 കഴിഞ്ഞു, മാർക്കറ്റ് ആ ഒരു വോളറ്റിലിൽ ഡ്രോപ്പ് ചെയ്തു, തിരിച്ച് റീട്രേസ് ചെയ്തു, പ്രൈസ് ഡെലിവർ ചെയ്ത് എവിടം വരാന്ന് ചോദിച്ചാൽ നമ്മുടെ ന്യൂ വീക്ക് ഓപ്പണിംഗ് ഗ്യാപ്പിൽ ടാപ്പ് ചെയ്തു. ഓക്കെ, നമ്മുടെ ന്യൂ വീക്ക് ഓപ്പണിംഗ് ഗ്യാപ്പിൽ ടാപ്പ് ചെയ്തു പ്രൈസ്. അപ്പം അതൊരു ട്രേഡ് ആയിരുന്നു. ആ ഒരു ഫുൾ ട്രേഡ് അഡ്വാൻസ് ട്രേഡേഴ്സ് ക്യാപ്ചർ ചെയ്ത് കാണും. കുറച്ചുകൂടെ ലോ റിസ്ക് ട്രേഡ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ സെക്കൻഡ് ട്രേഡ് നോക്കാം. പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞു, പക്ഷെ നമ്മുടെ ഒബ്ജക്റ്റീവ് റീച്ച് ആയില്ല. സോ നമുക്ക് ആ ഒരു റിട്രേസ്മെന്റിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്കായിരിക്കും റിട്രേസ് ചെയ്യുന്നത്. ആ ഒരു റിട്രേസ്മെന്റിൽ ബുള്ളിഷ് ആണെന്ന് കാണിക്കാനായിട്ട് മാർക്കറ്റ് ഒരു ചെറിയ മാനിപ്പുലേഷൻ നടത്തും. കാരണം എല്ലാ മാർക്കറ്റ് മേക്കർ സെൽ മോഡൽ, ഒരു ഹയർ ടൈം ഫ്രെയിം മാർക്കറ്റ് മേക്കർ സെൽ മോഡലിന്റെ ഈച്ച് ആൻഡ് എവറി റിട്രേസ്മെന്റ് ഒരു വേറൊരു മാർക്കറ്റ് മേക്കർ സെൽ മോഡലോ ബൈ മോഡലോ ആണ്. സോ ഇവിടെയും പ്രൈസ് അക്യുമുലേറ്റ് ആയി, മാനിപ്പുലേറ്റ് ആയി, ഡിസ്ട്രിബ്യൂട്ട് ആയി. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടി കാണത്തില്ലേ? അക്യുമുലേറ്റ് ആയി, മാനിപ്പുലേറ്റ് ആയി, ഡിസ്ട്രിബ്യൂട്ട് ആയി. ഇവിടെ ഇപ്പോൾ ഒരുപാട് പേരുടെ കണ്ണ് തുറന്നു കാണും. നമുക്കിപ്പം ഏഷ്യൻ സെഷൻ ആണ് അക്യുമുലേഷൻ, ലണ്ടൻ ആണ് മാനിപ്പുലേഷൻ, ന്യൂയോർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടും ഇവിടെ ഒരു പ്രൈസ് ലെഗിന്റെ അകത്ത് അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നു. എനിക്കിവിടെ പറയാനുള്ള ഒരു ഒറ്റ കാര്യമുള്ളൂ. ഇത് ഇവിടം വരെ വാച്ച് ചെയ്തവർക്ക് നോട്ട് ചെയ്യാം.
ഇതൊരു ഭയങ്കര ഐ ഓപ്പണിംഗ് മൊമെന്റ് ആണ് നിങ്ങൾക്ക്. നമ്മുടെ ഡെയിലി ക്യാൻഡിലിൽ മാത്രമല്ല അക്യുമുലേഷൻ മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. നമുക്കൊരു 1 hour ക്യാൻഡിൽ നമുക്കൊരു ഡേ ക്യാൻഡിലായിട്ട് കൺസിഡർ ചെയ്യാം, നമുക്കൊരു 4 hour ക്യാൻഡിൽ ഒരു ഡേ ക്യാൻഡിലായിട്ട് കൺസിഡർ ചെയ്യാം. സോ അതേപോലെ അങ്ങനെയാണെങ്കിൽ നമുക്ക് 15 മിനിറ്റും കൺസിഡർ ചെയ്യാം, നമുക്ക് 1 മിനിറ്റിന്റെ ക്യാൻഡിലും അക്യുമുലേഷൻ മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ നമുക്ക് ഇത് നോക്കി, ഇതൊരു സെഷൻ ആണ്. ആ സെഷനിൽ നമുക്ക് ഒരു അക്യുമുലേഷൻ നടന്നിരിക്കുന്നു, മാനിപ്പുലേഷൻ നടന്നിരിക്കുന്നു, ഡിസ്ട്രിബ്യൂഷൻ നടന്നിരിക്കുന്നു. സോ ഇതാണ് സെക്കൻഡ് സ്റ്റേജ്. നമ്മുടെ ഓവറോൾ ട്രേഡിന്റെ സെക്കൻഡ് സ്റ്റേജ് ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു ഇത്. സെക്കൻഡ് സ്റ്റേജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ എന്താ? ഡിസ്ട്രിബ്യൂഷന്റെ സെക്കൻഡ് സ്റ്റേജ്. നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താ? ന്യൂ വീക്ക് ഓപ്പണിംഗ് ഗ്യാപ്പ്. ന്യൂ വീക്ക് ഓപ്പണിംഗ് ഗ്യാപ്പ് റീച്ച് ചെയ്തിട്ടില്ല, അതായിരുന്നു ഒബ്ജക്റ്റീവ്. അപ്പൊ ഒബ്ജക്റ്റീവ് റീച്ച് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് സെക്കൻഡ് സ്റ്റേജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഇത് ഒരിക്കലും ഒരു റിവേഴ്സൽ അല്ല, ഇതൊരു റീഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജ് ആണ്. നമ്മുടെ ഫസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഇതായിരുന്നു, അതിന്റെ എൻട്രി ഇതായിരുന്നു. സെക്കൻഡ് ഡിസ്ട്രിബ്യൂഷൻ എൻട്രി ടെർമിനസ് റീച്ച് ചെയ്തു. എവിടെ തൊട്ടാണ്? ഇൻസെപ്ഷൻ ടു ടെർമിനസ്, പോയിന്റ് എ ടു പോയിന്റ് ബി. ഇപ്പൊ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇവിടെയും നിങ്ങൾക്ക് ഒരു അക്യുമുലേഷൻ മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഇൻസൈഡ് ഡിസ്ട്രിബ്യൂഷനിലേക്ക്. ഇത് നിങ്ങൾക്ക് ഭയങ്കര ഐ ഓപ്പണിംഗ് മൊമെന്റ് ആയിരിക്കും. ഇത് വളരെ ഡീപ്പായിട്ട് പഠിക്കേണ്ട പിള്ളേർക്ക് ഇത് വെയിറ്റ് ചെയ്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. സോ അല്ലാത്തവർക്ക് ഇത് സിമ്പിൾ ആയിട്ട് വെച്ച് നമുക്കൊരു സെക്കൻഡ് സ്റ്റേജ് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്ത് നിങ്ങൾക്ക് കീപ്പ് അപ്പ് ചെയ്യാം. സോ ഈ ഒരു പ്രൈസ് ലെഗില് ഫസ്റ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പിൽ പ്രൈസ് ഇത് ചെയ്തു. ഈ ഒരു ഗ്യാപ്പിന്റെ പേരാണ് ബ്രേക്ക് അവേ ഗ്യാപ്പ്. ഓക്കെ, ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യില്ല. ഈ ഗ്യാപ്പിന്റെ പേരാണ് ബ്രേക്ക് അവേ ഗ്യാപ്പ്. ഈ ഒരു ഗ്യാപ്പ് ബ്രേക്ക് അവേ ഗ്യാപ്പ് ആണെന്ന് നമുക്ക് മനസ്സിലായത് കൊണ്ടാണ് നമുക്ക് ഈ സെക്കൻഡ് അടുത്ത വരുന്ന ഗ്യാപ്പാണ് നമുക്ക് ഈ ഗ്യാപ്പ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഗ്യാപ്പ് ഈ ട്രേഡ് ചെയ്യാൻ പറ്റിയത്. ഈ ഗ്യാപ്പ് എന്തുകൊണ്ടാണ് ബ്രേക്ക് അവേ ഗ്യാപ്പ്? ബ്രേക്ക് അവേ ഗ്യാപ്പ് ആണ് ഒരു അർജൻസി കാണിക്കുന്നത്. എന്ന് വെച്ചാൽ പ്രൈസിന്റെ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്തിട്ടില്ല, പ്രൈസ് മീറ്റ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഇവിടെ സിക്സ് സിസ്റ്റർ അപ്രോച്ചോ SMT ഒന്നും വർക്ക് ആവാൻ പോകുന്നില്ല. കാരണം നമുക്ക് റിവേഴ്സൽ 9:31 കഴിഞ്ഞു, നമുക്ക് ബ്രേക്ക് അവേ ഗ്യാപ്പും ഫോം ആയി. ഈ ബ്രേക്ക് അവേ ഗ്യാപ്പ് ഫോം ആവുന്നത് നമുക്ക് ഫ്യൂച്ചറിൽ ആ ഒരു ബ്രേക്ക് അവേ ഗ്യാപ്പ് നമ്മളൊരു ഫില്ല് ചെയ്യേണ്ട ഉള്ളൊരു ഗ്യാപ്പാണ്. സോ അങ്ങനെയാണ്, അതിലോട്ട് നമുക്ക് വരാം. അതൊരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ വീഡിയോയിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. സോ നമ്മുടെ ഇവിടുത്തെ ആ ബ്രേക്ക് അവേ ഗ്യാപ്പ് ഫോം ആയി. പിന്നെ പ്രസന്റ് ചെയ്ത് നമ്മുടെ സെക്കൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നമ്മൾ ട്രേഡ് എടുത്തു, റൈഡ് ചെയ്ത് നമ്മൾ നമ്മുടെ ന്യൂ വീക്ക് ഓപ്പണിംഗ് ഗ്യാപ്പിൽ ട്രേഡ് ക്ലോസ് ചെയ്തു. അതിനുശേഷം ബൈ നോക്കിയിരുന്നവർക്ക് ന്യൂ വീക്ക് ഓപ്പണിംഗ് ഗ്യാപ്പിൽ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? നമ്മുടെ ഒബ്ജക്റ്റീവ് റീച്ച് ആയി. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നോർമൽ ട്രേഡേഴ്സ് നോക്കാൻ പോകുന്നത് ഓക്കെ ഫൈൻ, മാർക്കറ്റ് ഡ്രോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്, നമുക്കപ്പോൾ സെല്ല് ചെയ്യാം. അപ്പൊ നമ്മൾ നോക്കണമെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഫ്രെയിം വർക്കിലൂടെ നോക്കുമ്പോൾ ഓക്കെ ഫൈൻ, നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ് റീച്ച് ആയി, പ്രൈസ് ഇനി താഴെ പോത്തില്ല, നമുക്ക് പയ്യൊരു റിട്രേസ്മെന്റ് ആയിരിക്കും. എങ്ങോട്ടാ റിട്രേസ്മെന്റ്? ഇവിടെ ഒരു ഈക്വൽ ഹൈസ് ഉണ്ട്, പ്രൈസിന്റെ റിട്രേസ്മെന്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റി. ഒബ്വിയസ്ലി നമ്മുടെ ചേഞ്ച് ഇൻ ഡെലിവറി നമുക്ക് കിട്ടി, നമുക്ക് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി, പ്രൈസ് തിരിച്ച ഗ്യാപ്പിലേക്ക് വന്നു. നമ്മൾ ഇവിടെ കറക്റ്റ് എൻ്റർ ചെയ്തു. ലോ റിസ്ക് ബയേഴ്സിനെ എവിടെ എക്സിറ്റ് ചെയ്യാം? ഈ ഈക്വൽ ഹൈസിൽ എക്സിറ്റ് ചെയ്യാം. ഞാൻ അവിടെ ഒരു പാർഷ്യൽ എടുത്തിരുന്നു, പിന്നെ ട്രേഡ് ലെത്താർജിക് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ ഒരു ട്രേഡ് ക്ലോസ് ചെയ്തു, അതിന്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഒരു ദിവസം ഒരു അഡ്വാൻസ് ട്രേഡും 2 ബിഗിനേഴ്സ് ട്രേഡും ലോ റിസ്കിലാണ് കാണിച്ചിരിക്കുന്നത്. ഈ ട്രേഡ് 4.5 RRന്റെ ട്രേഡാണ്, ഇത് 2.14 RR. ഈ ട്രേഡ് ഓൾമോസ്റ്റ് 5 hour 6 hour മിനിമം 5 to 6 hour 7 hour ഉണ്ട്. ഈ ഫുൾ ട്രേഡ് 100 ticks ഉണ്ട്, 100 പോയിന്റ്സ് ഉണ്ട്. ഈ ട്രേഡ് 67 പോയിന്റ്സ് ഉണ്ട്. ഈ ട്രേഡ് നമുക്ക് 50 പോയിന്റ്സ് ഉണ്ട്. ഒരു കോൺട്രാക്ട് ആണെങ്കിലും 50 പോയിന്റ്സ് നിങ്ങൾക്ക് ഓൾമോസ്റ്റ്, ലെറ്റ്സ് ഡു ദ കാൽക്കുലേഷൻ. ഒരു കോൺട്രാക്റ്റിന് 50 പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് $1000 ആണ്. നിങ്ങൾക്ക് 20 പോയിന്റ്സ് ക്യാപ്ചർ ചെയ്യായിരുന്നു, $400. സോ ഒരു കോൺട്രാക്ട് ട്രേഡ് ചെയ്യുന്നവർക്കുള്ള പ്രോഫിറ്റ് ആണ്. സോ ഇത് വളരെ സിമ്പിൾ ആണ്. ലോ ഹാങ്ങിങ് ഫ്രൂട്ട്സ് ഹാൻഡിൽ ചെയ്താൽ മതി. ജസ്റ്റ് നിങ്ങൾ ആ ഒരു ഇടേണ്ട എഫേർട്ട് മാത്രം ഇട്ട് മാർക്കറ്റ്സ് വാച്ച് ചെയ്ത് റിവെഞ്ച് ട്രേഡോ ഓവർ ട്രേഡോ ചെയ്യാതെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റും. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതാണ് ഇന്നത്തെ ട്രേഡ് ഡിസ്ക്രിപ്ഷൻ, ട്രേഡ് എക്സ്പ്ലനേഷൻ. സോ ഈ ട്രേഡ് എക്സ്പ്ലനേഷൻ അല്ല, ഞാൻ ഒരു പുതിയ വേ ഓഫ് ഒരു മാർക്കറ്റ് മേക്കർ മോഡലിന്റെ അകത്തൊരു മാർക്കറ്റ് മേക്കർ മോഡൽ എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് സോസ് റിലീസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ 1 hour ക്യാൻഡിൽ ഡെയിലി ക്യാൻഡിലായിട്ട് കാണാമെന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് സോസ് പിന്നെ റിലീസ് ചെയ്തു. ഇനിയും വരും വീഡിയോസിൽ ഒരുപാട് ഇൻഡെപ്ത് എക്സ്പ്ലനേഷൻസും കാര്യങ്ങളും അഡ്വാൻസ്ഡ് വീഡിയോസും ഞാൻ റിലീസ് ചെയ്യുന്നുണ്ട്. സോ until then, be safe, trade safe. Bye folks.